നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിഷ്കൃത കേരളം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് പുരോഗമന വീക്ഷണത്തിന്റെ ആധാരശിലകളിലെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ. പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക സമ്മേളനം ഓങ്ങല്ലൂരിൽ. പാലക്കാട് പുതുനഗരം MES ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയെന്ന് ആരോപണം. സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന് ലീഗ് വിമത വിഭാഗം ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി. നിയമാവലിക്ക് വിരുദ്ധമായാണ് നിയമങ്ങൾ നടക്കുന്നതെന്നും A. മുഹമ്മദ് അലി. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകി അവതരിപ്പിച്ച നരകാസുരവധം കഥകളി ശ്രദ്ധേയം. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരങ്ങേറിയ നരകാസുരവധം ദൃശ്യവിസ്മയമായി. നൂറുകണക്കിന് ആസ്വാദകർ സാക്ഷിയായി. വാർത്തകൾ വിശദമായി. പരിഷ്കൃത കേരളം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് പുരോഗമന വീക്ഷണത്തിന്റെ ആധാരശിലകളിലാണെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ. കേരള പ്രത്യക്ഷത്തിനപ്പുറം എന്ന തലക്കെട്ടിൽ പുരോഗമന സാഹിത്യ സംഘം ഓങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണെന്ന് വെച്ചാൽ പതിവ് ശൈലിയിൽ നമ്മൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന് പകരം എങ്ങനെയാണ് ഈ കാലം നമ്മുടെ എഴുത്തിലും കലയിലും സാഹിത്യത്തിലും എല്ലാം പ്രതിഫലിക്കുന്നത്, അങ്ങനെ പ്രതിഫലിതമാകുന്ന കാലത്തിൻ്റെ അവസ്ഥകളെ നമ്മൾ എങ്ങനെ പരിശോധിക്കുന്നത് എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടൊരു ശൈലിയാണ് ഈ യോഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ സ്വീകരിച്ചത്. അവസ്ഥകളുടെ ആഖ്യാനമാണ് എഴുത്ത് എന്ന് വളരെ വളരെ പ്രസിദ്ധമായിട്ടൊരു പറയൽ തന്നെയുണ്ട്. അങ്ങനെ പറയാറുണ്ട് സാധാരണ. അവസ്ഥകളുടെ ആഖ്യാനമാണ് ഏറ്റവും നല്ല ജീവിതാവസ്ഥകളുടെ ആഖ്യാനമാണ് എഴുത്ത്, കല എല്ലാം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ കലയിലെ ജീവിത വീക്ഷണം, കലയിലെ പ്രപഞ്ച വീക്ഷണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന തലക്കെട്ടിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് KM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AM നാരായണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ CP ചിത്ര, ജില്ലാ ജോയിന്റ് സെക്രട്ടറി DB രഘുനാഥ്, MR സുനിൽ, പ്രൊഫസർ CP ചിത്ര ടീച്ചർ, K ശാന്തകുമാരൻ മാസ്റ്റർ, KM വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗ്രൂപ്പ് ചർച്ചയ്ക്ക് DB രഘുനാഥ്, പ്രൊഫസർ CP ചിത്ര ടീച്ചർ, K ശാന്തകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് പുതുനഗരം MES ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപണം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് വിദ്യാലയത്തിൻ്റെ നടത്തിപ്പ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ആരോപണത്തോടെ മുസ്ലിം ലീഗ് പുതുനഗരം കമ്മിറ്റിയിൽ ഭിന്നത രൂക്ഷം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ട് ഇല്ലെന്നാണ് ഇപ്പോൾ വിമത ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി പറഞ്ഞു. പുതുനഗരം MES വിദ്യാലയത്തിലെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അധ്യാപക നിയമനം ഉൾപ്പെടെ പല വിധത്തിലും വിദ്യാലയത്തിൽ ക്രമക്കേടും അഴിമതിയും നടക്കുകയാണെന്നും ആരോപിച്ചു. സ്കൂൾ നടത്തിപ്പ് നിയമാവലിക്ക് വിരുദ്ധമായാണ് നിയമനങ്ങൾ നടക്കുന്നത്. വിദ്യാലയത്തിലെ വരവ് ചെലവ് കണക്കും പ്രസിദ്ധപ്പെടുത്തുന്നില്ല. സ്കൂൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് പുതുനഗരം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്നതെന്നും വിമത ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയോ ജനറൽ ബോഡി യോഗമോ വിളിച്ചു ചേർക്കാതെ ഏകാധിപത്യപരമായാണ് ലീഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ ലീഗ് ഘടകങ്ങൾക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലാത്തതുകൊണ്ടാണ് ലീഗ് കമ്മിറ്റികളിൽ നിന്നും വിട്ടുനിന്നും സ്വതന്ത്ര പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത്. അറിഞ്ഞതുകൊണ്ട് ഞങ്ങളെ 4 ആളെ സസ്പെൻഡ് ചെയ്തതായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. ഞങ്ങൾ പറയുകയാണെങ്കിൽ 35 മെമ്പർമാർ ഒപ്പിട്ട് കൊടുത്തൊരു കത്ത് അങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ 35 കമ്മിറ്റി അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യണം. കൂടാതെ ഞങ്ങൾ 21 അംഗ കമ്മിറ്റിയുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം ആലോചിച്ച് പാർട്ടിയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കടുക് മണിയോളം താഴ്ന്ന് പാർട്ടിയെ സ്നേഹിച്ചു നിന്നു. പക്ഷേ അവിടെ നടക്കുന്നത് കോടികളുടെ അഴിമതി എന്ന് പറയാം. ഈ അഴിമതിയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്ന്, സ്കൂളിൻ്റെ പ്രവർത്തനം തന്നെ ആകെ അവതാളത്തിലായിരിക്കണം. അതായത് പാർട്ടി, മുസ്ലിം ലീഗ് പാർട്ടി പുതുനഗരം പഞ്ചായത്തിലെ പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജോലി കൊടുക്കും. FTM ആയിട്ട് സ്കൂളിൽ FTM ആയിട്ട് ജോലി കൊടുക്കും.
അവർ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആണ് പിന്നെ ജോലി മേടിക്കുന്നവരെ പാർട്ടിയും എല്ലാം ജോലി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരിക്കുന്നത് അവരാണ്. വിദ്യാലയത്തെ തകർക്കുന്ന ഏത് നടപടിയെയും എതിർക്കുമെന്നും എ മുഹമ്മദ് അലി പറഞ്ഞു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കാണിച്ച് എ മുഹമ്മദ് അലി, എൻ ഉമ്മർ ഫാറൂഖ്, എച്ച്.എം. മുഹമ്മദ് ഹുസൈൻ, കെ എസ് മുഹമ്മദ് അലി എന്നിവരെ ലീഗ് സസ്പെൻഡ് ചെയ്തു. എന്നാൽ നേരത്തെ രാജിവെച്ചവരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് എ മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. പുതുനഗരം പഞ്ചായത്തിലെ വിമത ലീഗ് മെമ്പർമാർ രാജിവെച്ചാൽ ഭരണം BJPക്ക് അനുകൂലമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ വിമത ഭാരവാഹികളായ ചെയർമാൻ എ സൈനുലാബുദ്ദീൻ, ട്രഷറർ MS അബ്ദുൽ കരീം, പഞ്ചായത്ത് അംഗം റസൂൽ ഹാക്ക് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കലാമണ്ഡലത്തിൽ അരങ്ങ് കഥകളി അവതരണം സംഘടിപ്പിച്ചു. 5ഓളം സ്ത്രീ കഥാപാത്രങ്ങളോട് അവതരിപ്പിച്ച കഥകളി കാണാൻ നിരവധി ആസ്വാദകരാണ് കലാമണ്ഡലത്തിൽ എത്തിയത്. അരങ്ങ് കഥകളി അവതരണത്തിന്റെ ഭാഗമായാണ് നിള ക്യാമ്പസിൽ നരകാസുരവധം കഥകളി അരങ്ങേറിയത്. നക്കറത്തുണ്ടിയായി ഹരികൃഷ്ണനും, ജയന്തനായി യതീന്ദ്രദാസും, ലളിതയായി ലക്ഷ്മി ഗോപകുമാറും, ദേവസ്ത്രീകളായി വൈഗയും ദക്ഷിണയും അരങ്ങിലെത്തി. കേരള കലാമണ്ഡലം കഥകളി വിഭാഗം മുൻ വകുപ്പ് മേധാവി കലാമണ്ഡലം സൂര്യനാരായണൻ വിശിഷ്ടാതിഥിയായിരുന്നു. തെക്കൻ കഥകളി വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരി ആർ നായർ, അധ്യാപകരായ രവികുമാർ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ നിരവധി കഥകളി ആസ്വാദകർ കഥകളി രാത്രിയിലും ആസ്വദിക്കാനായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷൊർണൂർ ചെറുതുരുത്തി റോട്ടറി ക്ലബിൻ്റെ ആജീവനാന്ത മെമ്പർഷിപ്പ് VK ശ്രീകണ്ഠൻ MP ഏറ്റുവാങ്ങി. ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ കൂടെ പിന്തുണ ഉണ്ടാകും. പിന്നെ നമ്മുടെ നാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുക. റോട്ടറി ക്ലബിൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ മാത്രമല്ല, പൊതു ഇടങ്ങളിലൊക്കെ ഞാനത് പരാമർശിക്കാറുണ്ട്. നമ്മൾ പാലക്കാട് ജില്ലയാണ് ഷൊർണൂർ. പാലക്കാട് ജില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എല്ലാ മേഖലയിലും വലിയ വളർച്ച നേടുകയാണ്. ഇനിയും ഒരുപാട് പുരോഗതി നമ്മുടെ നാട് നേടാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം, പാലക്കാട് വരുന്ന നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസായ ക്ലസ്റ്ററാണ്. വലിയൊരു സ്മാർട്ട് സിറ്റി പാലക്കാട് വരാൻ പോവുകയാണ്. ആ സ്മാർട്ട് സിറ്റി വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ്. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ CR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, സെക്രട്ടറി ഡോക്ടർ ജിഷ് പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത്, ജിജി R, സന്ധ്യ മന്നത്ത്, ട്രഷറർ N പുഷ്പരാജ് എന്നിവർ ചുമതല ഏറ്റെടുത്തു. പുതിയ മറ്റ് ബോർഡംഗങ്ങളെ ആദരിക്കലും നടന്നു. ചടങ്ങിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ AV പതി, മിസ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട മിസ് അരുണിമ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും വീൽചെയർ വിതരണവും, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും, സാമ്പത്തിക സഹായവും, ക്യാൻസർ രോഗം ബാധിച്ച രോഗസഹായ വിതരണവും, റോട്ടറിയുടെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. PKS അമ്പലപ്പാറ ലോക്കൽ സമ്മേളനം അമ്പലപ്പാറയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം P. വാസു ഉദ്ഘാടനം ചെയ്തു. പണിയെടുത്ത് വന്നിരുന്ന ഈ പാടശേഖരങ്ങളെ മറക്കാതെ ഒന്ന് നട്ടുമുട്ടി കൊടുത്താലെങ്കിലും നമുക്ക് 2 ദിവസത്തെ കൂലിയും കിട്ടും, നമ്മുടെ പാടങ്ങളിൽ നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് കാണാനും കഴിയും എന്നുള്ള ആ തോന്നൽ നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അതുവഴി വേറെ എവിടെയും എല്ലാ പണികളും ഇല്ലാതെ വന്നാലും നമുക്ക് ഈ പാടങ്ങളിലുള്ള പണിയെടുത്തുകൊണ്ട് അരനേരത്തെ കഞ്ഞി കുടിക്കാനുള്ള മാർഗമെങ്കിലും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അമ്പലപ്പാറ EMS മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ PKS ഏരിയ സെക്രട്ടറി സ്വാമിനാഥൻ, ജില്ലാ കമ്മിറ്റി അംഗം TP ജയപ്രകാശ്, CPIM ലോക്കൽ സെക്രട്ടറി CC രാജൻ എന്നിവർ പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റിക്കുള്ളിൽ നിന്നും 18 യൂണിറ്റുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 100 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെ നാലമ്പല ദർശനയാത്ര സംഘടിപ്പിക്കും. തിരുവില്ലാമല ശ്രീ വില്യാദ്രിനാഥ ക്ഷേത്രം, കുഴൽമന്ദം പുൽപ്പരമന്ദം ഭരതക്ഷേത്രം,
കുത്തന്നൂർ, കൽക്കുളത്ത് ശത്രുഘ്നക്ഷേത്രം എന്നിവ ഉൾപ്പെടുന്നതാണ് നാലമ്പല ദർശനയാത്ര. തൃശൂർ ജില്ലയുടെ അതിർത്തിയിലെ തിരുവല്ലോമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തിനടുത്ത് പുൽപ്പരാനം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിൽ കൽക്കുളത്ത് ശത്രുഘ്നക്ഷേത്രവും ഉൾപ്പെടുത്തി പാലക്കാട് കേന്ദ്രീകരിച്ച് 22 കിലോമീറ്ററിനുള്ളിൽ ഒരു നാലമ്പല ദർശനം ഭക്തജനങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുവരുന്നുണ്ട്. ധാരാളം ആളുകൾ നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരാറുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വർഷം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. തിരുവല്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമലക്ഷ്മണ സ്വാമിമാരുടെ ദർശനം കഴിഞ്ഞ് പെരുങ്ങോട്ടുകുറിശി കോട്ടായി വഴി കുഴൽമന്ദം CI ഹൈസ്കൂൾ റോഡ് വഴി പുൽപ്പുരമന്ദത്തെത്തി ഭരതപുരത്തെത്തി ഭരതനെ തൊഴുത് നേരെ കുത്തന്നൂർ റോഡിൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ശത്രുഘ്നനെ കൽക്കുളത്ത് തൊഴുത് തിരിച്ച് നാലമ്പല ദർശന പുണ്യം പൂർത്തിയാക്കാം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള യാത്രാദൂരം കേവലം 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. താരതമ്യേന തിരക്ക് കുറഞ്ഞതും പ്രകൃതിരമണീയമായ ഒരു ദർശന പാതയുമാണിത്. ഭക്തർക്ക് തിരുവല്ലോമല ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. തിരുവല്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസാദഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് മെഡിക്കൽ സഹായവും പോലീസ് വിഭാഗവുമായി സഹകരിച്ച് സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2025 നാലമ്പല ദർശനം ജൂലൈ 17 കർക്കിടക മാസം 1-ാം തീയതി ആരംഭിക്കാൻ പോവാണ്. കൊച്ചി ദേവസ്വം ബോർഡ് അതിനുള്ള വിപുലമായ തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ തെക്കൻ ഭാഗവും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുമായി കേന്ദ്രീകരിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശനം ഇരിങ്ങാലക്കുടയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ പായമ്പിലുമെല്ലാം ദർശനം നടത്തുന്ന അതിവിപുലമായ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമികളുടെ ദർശനത്തോടുകൂടി ആരംഭിക്കുന്ന തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ മേഖലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിവിപുലമായ തയ്യാറെടുപ്പ് കൊച്ചി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി KSRTCയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തത്സമയം തന്നെ അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് DMOയുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യ സംവിധാനങ്ങളുമെല്ലാം വിപുലമായി വില്വാദ്രിനാഥ ക്ഷേത്രവും മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസ് നടത്തുന്നതിനായി കത്ത് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ്, കുടിവെള്ളം സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി P. ബിന്ദു, ദേവസ്വം ബോർഡ് അംഗം SR ഉദയകുമാർ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം മാനേജർ S. വിജയകുമാർ, ഭരതക്ഷേത്രം പ്രതിനിധി S. പ്രദീപ്, ശത്രുഘ്നക്ഷേത്ര പ്രതിനിധി വിജയകുമാരൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ജില്ലാ സഹകരണ ഹോമിയോ ക്ലിനിക്കിൻ്റെയും വെൽഫെയർ പാർട്ടി 32-ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ M. സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും സാമൂഹിക ശുചിത്വത്തിലും പാലിക്കണമെന്നും പകർച്ചപ്പനി പ്രതിരോധ മാർഗങ്ങൾ മുൻകൂട്ടി സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും സുലൈമാൻ ആവശ്യപ്പെട്ടു. സഹകരണ ആശുപത്രി ബോർഡ് മെമ്പർ HM ഷെരീഫ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ നസീഫ് N ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ നൌഫീജ, ബോർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ, വാർഡ് കമ്മിറ്റി ചെയർമാൻ P. ലുക്മാൻ, വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് M. ഫൈസൽ, ട്രഷറർ M. സലാം, യൂണിറ്റ് പ്രസിഡന്റ് P. അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡ് കൺവീനർ M. റിയാസ് അലി സ്വാഗതവും സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് മൂസ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയെ തുടർന്ന് ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സ്ലാബുകൾ കൂട്ടിയോജിപ്പിക്കുന്ന സ്ഥലത്തെ ടാറിംഗ് പോയതിനെ തുടർന്ന് ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. സമാന രീതിയിൽ 3 വർഷങ്ങൾക്ക് മുൻപും ഗർത്തങ്ങൾ രൂപപ്പെടുകയും ഇരുചക്ര വാഹന യാത്രക്കാരൻ തെറിച്ചു വീണ് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ദിനംപ്രതി 2 ജില്ലകളിലേക്കുമായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിന്റെ മുകളിലൂടെ പോകുന്നത്. ഇതുകൂടാതെ വളരെ ഭാരം കയറ്റിയ ലോറികളും പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ പോകുമ്പോൾ ശബ്ദത്തോടു കൂടിയാണ് ഈ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്നത്. അടിയന്തരമായി അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു ദുരിതം കാണാൻ ഇടവരുമെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം PC നാരായണൻകുട്ടി പറഞ്ഞു. പാലക്കാട് തൃശ്ശൂർ ജില്ലയെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഭാരതപ്പുഴ കുറുകെയുള്ള പുതിയ കൊച്ചി പാലം ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കനത്ത മഴയെ കാരണം കൊണ്ട്
അതിൻ്റെ ഗ്യാപ്പുകളെല്ലാം പിന്നെ മറ്റേ കോൺക്രീറ്റ് ചെയ്ത ഗ്യാപ്പുകളെല്ലാം താറെല്ലാം ഇളകിപ്പോയി. ഭയങ്കരമായ കട്ടറുകളും വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കര സൗണ്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പം നമ്മുടെ ഈ പാലം കിടക്കുന്നത്. അത് അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിച്ച് ഉടനെ സഞ്ചാരയോഗ്യമാക്കി സുഖമായ യാത്രയ്ക്ക് ചെയ്തു തരാനുള്ള സൗകര്യം ചെയ്യണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിഷ്കൃത കേരളം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് പുരോഗമന വീക്ഷണത്തിന്റെ ആധാരശിലകളിലെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ. പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക സമ്മേളനം ഓങ്ങല്ലൂരിൽ. പാലക്കാട് പുതുനഗരം MES ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയെന്ന് ആരോപണം. സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന് ലീഗ് വിമത വിഭാഗം ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി. നിയമാവലിക്ക് വിരുദ്ധമായാണ് നിയമങ്ങൾ നടക്കുന്നതെന്നും A. മുഹമ്മദ് അലി. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകി അവതരിപ്പിച്ച നരകാസുരവധം കഥകളി ശ്രദ്ധേയം. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരങ്ങേറിയ നരകാസുരവധം ദൃശ്യവിസ്മയമായി. നൂറുകണക്കിന് ആസ്വാദകർ സാക്ഷിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.